രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സുപത്തിലെ പല ഭൂമിയിലും ആണമേ. അനുഗ്രഹിക്കപ്പെട്ടോളാം, പരമാവശി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് എന്ന് പറയുക. ഗുരു പറയുന്നു, എന്റെ സമയം സമാഗതമായി. ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് കൂടി നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിലിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കുക അവൻ പറഞ്ഞു, പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായ, കർത്താവേ, അത് ഞാനല്ലയോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാതിരുന്ന യുദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിപ്പൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി സിദ്ധപ്പെടുന്നതും ഉടമ്പടിയതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോട് നവമായി ഇത് പാനം ചെയ്ത ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവൻ ഒലിവുമലയിലേക്ക് പോയി. സകലേശൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോർത്തിടുവിൻ. പാല് 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 ഇങ്ങനെയൊക്കെ ഇവിടെ ആഘോഷിച്ചെങ്കിലും നാട്ടിലൊരു നൊസ്റ്റാൾജിയ വേറെ തന്നെയാണ്. നാട്ടിൽ ഈ സമയത്ത് കുടുംബക്കാരും എല്ലാവരും കൂടി ഞങ്ങൾ ഒത്തുചേർന്നാണ് പെസഹപ്പം മുറിക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കുറച്ച് നേരമായുള്ളൂ. അവിടെ എല്ലാവരും കൂടെ ചേർന്ന് അപ്പമൊക്കെ മുറിച്ച് അവർ ആഘോഷിച്ചു. ഞങ്ങളുടെ ചെറിയ പെസഹയാണിത്.